സ്വാതന്ത്ര്യദിനം ഹൈജാക്ക് ചെയ്ത് RSSനെ ഈ നാട്ടിലേക്ക് തിരികെ കയറ്റാനും ചരിത്രത്തിൽ സ്ഥാനമുറപ്പിക്കാനുമുള്ള ശ്രമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യമായിട്ട് കയറിയൊന്നും മേഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത ചരിത്ര നിർമ്മിതിക്ക് ശ്രമിച്ച 56 ഇഞ്ചിൻ്റെ പൊളിച്ചടുക്കുന്ന ഒരു പ്രതികരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സ്വാഭാവികമല്ലേ? മഹാത്മാഗാന്ധിയെ അരികുവൽക്കരിച്ച് സവർക്കറെ ഉയർത്തിക്കാട്ടാൻ പരിശ്രമിക്കുന്ന തന്ത്രത്തെ തുറന്നു കാട്ടുന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് പേരിന് പോലും ആ പോരാട്ടത്തിനിറങ്ങാതെ ബ്രിട്ടീഷുകാരുടെ കാല് നക്കി നടന്നവരുടെ പുതിയ കാല സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ ചരിത്ര നിർമ്മിതിക്ക് പരിശ്രമിക്കുന്നതിനെ അടപടലം പൊളിച്ചടുക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇങ്ങനെയാണ്: ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട VD സവർക്കർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ്. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യ ദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ്. ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും RSSനെ പോലെ വിഭജന രാഷ്ട്രീയത്തിൻ്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാകില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ RSSനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിച്ചതിന് തുല്യമാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ VD സവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെയെന്നാണ് തെളിയിക്കുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നത്. ജാതി, മത, വേഷ, ഭാഷാ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത്. ഒറ്റുകാരുടെ വേഷമായിരുന്നു അന്ന് RSSന്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രതിപത്തി പ്രകടിപ്പിച്ചവരാണ് RSS. നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിലൂന്നിയ ഹിന്ദുത്വ ദേശീയതയെയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയപ്പോൾ ഭരണഘടനയ്ക്കു പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് RSS മുഖപത്രമായ ഓർഗനൈസർ മുഖപ്രസംഗത്തിൽ എഴുതിയത്. കൊളോണിയൽ ഭരണകൂടത്തിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരന്ന VD സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കൊളോണിയൽ ഭരണകൂടത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരന്ന VD സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് തീരുമാനിച്ചത്. ഇതേ സവർക്കറിനെയാണ് മഹാത്മാഗാന്ധിക്ക് പകരം സ്വാതന്ത്ര്യ സമര നായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത്. സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞു നടന്ന RSS ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യാജ ആഖ്യാനങ്ങളിലാണ് വ്യാപൃതരാകുന്നത്. പുന്നപ്ര വയലാറിൽ വെടിയേറ്റു വീണ അനശ്വര രക്തസാക്ഷികളെയും വാഗൺ കൂട്ടക്കൊലയിൽ മരിച്ചു വീണ ധീര രക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വ്യഗ്രത കാട്ടിയവരാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുപറ്റാൻ വരുന്നതെന്ന് കാണണം. ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മ ദിനം ആചരിക്കൽ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യദിനത്തോട് എന്ത് മതിപ്പാണുള്ളത്? വെറുപ്പിൻ്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പുഭാരമാണ് RSS പേറുന്നത്. മനുഷ്യത്വ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യയശാസ്ത്രം ചുമന്ന് നടക്കുന്നവർക്ക് കൈയിട്ട് വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹിതമായ സ്വാതന്ത്ര്യ സമര ചരിത്രം. അത്തരക്കാരുമായി തുല്യപ്പെടുത്താൻ ഉള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിൻ്റെയും രക്തസാക്ഷികളുടെയും സ്മരണ. മനുഷ്യസ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ചരിത്രത്തെ കുഴിച്ചുമൂടി വെറുപ്പിനെ പകരം വയ്ക്കാനുള്ള ഏത് നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഉശിരൻ ഫേസ്ബുക്ക് കുറിപ്പ്. RSSകാരുടെ ചരിത്രം വലിച്ചു പുറത്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ കാൽനക്കലും മാപ്പിരക്കലും മാത്രം പാരമ്പര്യമുള്ള RSSകാർ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ അതിനെ ഹൈജാക്ക് ചെയ്ത് RSSന് പുതുചരിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്.